നിലമ്പൂരിന്റെ കാര്യത്തിൽ പ്രവചനാതീതമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോഴും 1, 2, 3 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ആര്യാടൻ ഷൗക്കത്തൊന്ന് കിതച്ചു എങ്കിലും 4ാം റൗണ്ടിൽ കൊടുങ്കാറ്റായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. 1469 വോട്ടാണ് ആദ്യ 3 റൗണ്ടുകളിലായി പിടിച്ചത്. 1200 വോട്ടുകൾ മാത്രമേ UDF അവിടെ ലക്ഷ്യം വെച്ചിട്ടുള്ളായിരുന്നു എങ്കിലും അവിടെ 1609 വോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യ റൗണ്ടിൽ 419ഉം 2ാം റൗണ്ടിൽ 820ഉം 3ാം റൗണ്ടിൽ 230ഉം. ഇങ്ങനെയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് നിലയുടെ കണക്ക് എങ്കിൽ ഇവിടെ കിതച്ചിട്ടുണ്ട് എന്ന് പറയാം. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എങ്കിലും അവസാനത്തെ കണക്കുകൂട്ടലിൽ വന്നു നിന്നത് 1200 വോട്ടിന്റെ ലീഡ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ കിട്ടും എന്നായിരുന്നു. പക്ഷെ അതിനെ മറികടക്കാനും അതിനേക്കാൾ മുകളിലേക്ക് ഉയർത്താനും ആര്യാടൻ ഷൗക്കത്തിനും UDF-നും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ അൻവർ പിടിച്ച വോട്ടുകൾ കൊട്ടയിലാക്കാനുണ്ട് എന്ന് പറയുമ്പോൾ പോലും ലീഡ് നില ഉയർത്തുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. പറഞ്ഞു വരുന്നത് അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ 4ാം റൗണ്ടും കഴിഞ്ഞ് അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ വിജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ്. ഇപ്പോൾ തന്നെ പടക്കം പൊട്ടിക്കലും ആവേശവുമായി അണികൾ നിരന്നു കഴിഞ്ഞിട്ടുണ്ട് റോഡ് നീളെ. ഇവിടെ 4ാം റൗണ്ട് മൂത്തേടത്തിന്റെ ഭാഗത്തേക്കാണ് എണ്ണി തുടങ്ങുന്നത്. ഇവിടെ അൻവർ കുതിക്കുന്നുണ്ട് എങ്കിൽ പോലും ലീഡ് നില ഉയർത്തുന്നത് ആര്യാടൻ ഷൗക്കത്ത് മാത്രമാണ്. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ചില ഇടങ്ങളിൽ ചില ബൂത്തുകൾ എണ്ണിയപ്പോൾ സ്വരാജ് ഒപ്പത്തിനൊപ്പം എത്തി എങ്കിലും ചില 6 ബൂത്തുകളിൽ ആര്യാടൻ ഷൗക്കത്തിന് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ലീഡ് നില ആര്യാടൻ ഷൗക്കത്തിന് മുകളിലേക്ക് ഉയർത്താൻ സ്വരാജിനോ അൻവറിനോ സാധിച്ചിട്ടില്ല. ഇവിടെ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ പറയുന്നു UDF-ന് ഒപ്പം കൂട്ടിയിരുന്നെങ്കിൽ ഈ ആദ്യ റൗണ്ടും 2ാം റൗണ്ടും 3ാം റൗണ്ടും കടക്കുമ്പോൾ തന്നെ 10,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം നേടേണ്ടതായിരുന്നു എന്ന്. സതീശന്റെ ഒറ്റക്കൊമ്പൻ തീരുമാനം കൊണ്ടാണ് ഇത്തരത്തിൽ താഴേക്ക് ലീഡ് പതിച്ചത് എന്ന്. പക്ഷേ അപ്പോഴും UDF എന്ന മുന്നണിയുടെ വോട്ട് അവിടെ തന്നെയുണ്ട്, അതെങ്ങോട്ടും പോയിട്ടില്ല. വരും മണിക്കൂറുകളിൽ വിജയത്തിന്റെ തൂവൽ കൊടി പാറിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും.